ജയം മാത്രം ലക്ഷ്യമിട്ടുള്ള പോരാട്ടത്തിലെ ചോരക്കളിയുടെ ചിത്രമാണ്. ഗ്രൗണ്ടിൽ നടന്ന കൂട്ടയിടിയിൽ ചോര വാർത്ത് ജയിക്കാൻ വേണ്ടി പോരാടിയ സായ്ബറി. ഗോളിന് ശേഷം ഗാപ്കോ ഗ്രൗണ്ടിലിരുന്ന് കരഞ്ഞു. സഹതാരങ്ങൾ അടുത്തെത്തി ആലിംഗനം ചെയ്തു. ദിവസങ്ങൾക്ക് മുമ്പാണ് ഗാപ്കോയുടെ പങ്കാളി ഗർഭിണിയായിരിക്കെ കുഞ്ഞ് മരിച്ചത്. അന്ന് അത് വലിയ വാർത്തയായിരുന്നു. അതുകൊണ്ടുകൂടി ഗാപ്കോയുടെ ഗോൾ വൈകാരികമായിരുന്നു. ഒരു വിഭാഗം മൊറോക്കോയെ പ്രധാന കഥാപാത്രമാക്കിയാണ് ഈ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഒരു ഭാഗം ശക്തമാക്കുന്നത്. ജനൻ TV ഫുട്ബോൾ ജിഹാദിനെ കുറിച്ച് പ്രത്യേക ചർച്ച തന്നെ സംഘടിപ്പിച്ചിരുന്നു. നെതർലാൻഡിനോടുള്ള വിജയവും പ്രീ ക്വാർട്ടറിൽ പ്രവേശനവും അവർക്ക് ഒരു ചർച്ചയ്ക്ക് കൂടി സ്കോപ്പ് നൽകുന്നു. ചത്ത് കളിച്ച ജപ്പാൻ ഇടക്കൊരു ഗ്യാപ്പിൽ ഗോളടിച്ച് പിടിച്ചു നിൽക്കാമെന്ന പ്രതീക്ഷയിൽ കളം പ്രതിരോധ കോട്ടയാക്കി മാറ്റിയിരുന്നു. എന്നാൽ പകരക്കാരനായി എത്തിയ മാർട്ടിനെല്ലി 95-ാം മിനിറ്റിൽ ചതച്ചു. എക്സ്ട്രാ ടൈമിലേക്ക് പോകുമായിരുന്ന കളി ഒരു പൊടിക്കീപ്പുറത്ത് വെച്ച് മാർട്ടിനെല്ലി അടിച്ചു തൂഫാനാക്കി അർഹിക്കുന്ന വിജയം ബ്രസീലിന് സമ്മാനിച്ചു. നമസ്കാരം, ഇത് സായ്ബറി. ഇസ്മായിൽ സായ്ബറി ചോര പുരണ്ട് നിൽക്കുകയാണ്. നെതർലാൻഡിനെതിരായ പോരാട്ടത്തിനിടെ മൊറോക്കോയുടെ പോരാട്ട വീര്യം അറിഞ്ഞ നിമിഷം. ഈ ലോകകപ്പിൽ ഞെട്ടിച്ച മൊറോക്കോയുടെ കളിക്കാരനാണ് സായ്ബറി. ആദ്യ കളിയിൽ ബ്രസീലിനെതിരെ ഗോൾ നേടി മൊറോക്കോയുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയ പോരാളി. ആദ്യ നോക്കൌട്ടിൽ നെതർലാൻഡിനെതിരായ കളിയിൽ ജയം മാത്രം ലക്ഷ്യമിട്ടുള്ള പോരാട്ടത്തിലെ ചോരക്കളിയുടെ ചിത്രമാണ്. ഗ്രൗണ്ടിൽ നടന്ന കൂട്ടയിടിയിൽ ചോര വാർത്ത് ജയിക്കാൻ വേണ്ടി പോരാടിയ സായ്ബറി ഒടുക്കം ചോര വാർത്ത ജേഴ്സി മാറ്റി കളിയിൽ തുടർന്നു. എന്തിന് ചോരയും പരിക്കുമായി സായ്ബറി തുടർന്നു എന്ന് ആ കളിയുടെ ഒടുവിൽ ഫുട്ബോൾ പ്രേമികൾ തിരിച്ചറിഞ്ഞു. ജയമല്ലാതെ മറ്റൊന്നും നേടാൻ ഒരുക്കമില്ലാത്ത പോരാട്ട വീര്യത്തിൻ്റെ ചോര വീഴ്ത്തിയ സായ്ബറിയുടെ തീരുമാനത്തിന് അർത്ഥമുണ്ടായി. മൊറോക്കോ നിശ്ചിത സമയത്തും സമനില പിടിച്ച് എക്സ്ട്രാ ടൈമും കടന്ന് ഷൂട്ടൗട്ടിൽ നെതർലാൻഡിനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിലെത്തി. ഈ ചോരക്കളി വെറുതെ ആയില്ല എന്നർത്ഥം. മൊറോക്കോയുടേത് ഒരു സാധാരണ വിജയം ആയിരുന്നില്ല. രക്തവും വിയർപ്പും കണ്ണീരും കലർന്ന ഒരു യുദ്ധം എന്ന് പറഞ്ഞത് വെറുതെയല്ല. ആഫ്രിക്കയുടെ അഭിമാനം, അറബ് ലോകത്തിൻ്റെ സ്വപ്നം, ഒരു ചെറിയ രാജ്യത്തിൻ്റെ അസാധാരണമായ ആത്മവീര്യം എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു രാത്രിയിലെ മുന്നേറ്റത്തിൻ്റെ കഥയാണ് ഈ കളി. തുടക്കം മുതൽ തന്നെ മൊറോക്കോയുടെ നിശ്ചയദാർഢ്യവും പോരാട്ടവീര്യവും തെളിഞ്ഞു നിന്നിരുന്നു. നെതർലാൻഡിൻ്റെ ടെക്നിക്കൽ മികവിനെതിരെ മൊറോക്കോയുടെ ശാരീരിക ശക്തിയും തന്ത്രപരമായ പ്രതിരോധവും തുല്യമായി തന്നെ നിന്നു. എന്നാൽ 37-ാം മിനിറ്റിൽ ആ ക്ലാഷ് ഉണ്ടായി. മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റി മറിച്ച ആ കൂട്ടയിടി ഉണ്ടായി. സായ്ബറിക്ക് പരിക്കേറ്റ നിമിഷം അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പുരികത്തിന് മുകളിൽ ശക്തമായ ഇടിയേറ്റു. ചോരയൊലിച്ചു. മൈതാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ ഡോക്ടർമാർ ഓടിയെത്തി. പക്ഷേ സായ്ബറി മടങ്ങാൻ തയ്യാറായില്ല. രക്തം തുടച്ച് ഒഴിവാക്കി രക്തം പുരണ്ട അതേ ജേഴ്സിയോടെ തിരിച്ച് കളത്തിൽ കളിക്കാൻ തുടങ്ങി. ആ നിമിഷം മൊറോക്കോ ടീമിൻ്റെ മനോവീര്യം ഉയർന്നു. സായ്ബറിയുടെ രക്തം മൈതാനത്ത് വീണത് മൊറോക്കോയുടെ യുദ്ധ സ്പിരിറ്റിൻ്റെ പ്രതീകമായി മാറി. രണ്ടാം പകുതിയിൽ സായ്ബറിക്ക് രക്തസ്രാവം നിയന്ത്രിക്കാനായില്ല. ഇടയ്ക്കിടയ്ക്ക് രക്തം ചോര ഒലിച്ചുകൊണ്ടേയിരുന്നു. 68-ാം മിനിറ്റിൽ അദ്ദേഹം ജേഴ്സി മാറ്റി പുതിയ ജേഴ്സി ധരിച്ച് വീണ്ടും കളത്തിൽ. രക്തം വറ്റിയ മുഖത്തോടെ മൊറോക്കോയുടെ മധ്യനിരയെ ഒന്നടങ്കം ഉണർത്തി. 71 മിനിറ്റോളം ഗോൾ രഹിതമായി കളി മുന്നോട്ട് പോയി. എന്നാൽ മൊറോക്കോയെ ഞെട്ടിച്ചുകൊണ്ട് 72-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഡച്ച് ടീമിൻ്റെ വെർഗ്ഹോസ്റ്റിൻ്റെ ഒരു നീക്കം കണക്കുകൾ തെറ്റിച്ചു. മൊറോക്കൻ പ്രതിരോധ നിരയെ മറികടന്ന് ഗാക്പോയുടെ ഗോൾ. നെതർലാൻഡ് ഒരു ഗോളിന് മുന്നിൽ. മൊറോക്കോ ഞെട്ടിത്തരിച്ച നിമിഷം. ഗോളിന് ശേഷം ഗാപ്കോ ഗ്രൗണ്ടിലിരുന്ന് കരഞ്ഞു. സഹതാരങ്ങൾ അടുത്തെത്തി ആലിംഗനം ചെയ്തു. ദിവസങ്ങൾക്ക് മുമ്പാണ് ഗാപ്കോയുടെ പങ്കാളി ഗർഭിണിയായിരിക്കെ കുഞ്ഞ് മരിച്ചത്. അന്ന് അത് വലിയ വാർത്തയായിരുന്നു. അതുകൊണ്ടുകൂടി ഗാപ്കോയുടെ ഗോൾ വൈകാരികമായിരുന്നു. പിന്നാലെ നെതർലാൻഡ് ജയിച്ചു എന്ന് കരുതിയിരുന്നതാണ്. ഇഞ്ചുറി ടൈമിൽ ഡിയോപ്പിൻ്റെ ഹെഡറിലൂടെ നേടിയ ഒരു സമനില ഗോൾ വഴി മൊറോക്കോ ഞെട്ടിച്ചു. 91-ാം മിനിറ്റിൽ ഇടിമുഴക്കമായി പിറന്ന ആ ഗോൾ, അത് മൊറോക്കോയുടെ പ്രഖ്യാപനമായിരുന്നു. തോൽക്കാൻ വന്നവരല്ല ഞങ്ങൾ എന്ന പ്രഖ്യാപനം. ഒടുവിൽ സമനിലയോടെ അധിക സമയവും കഴിഞ്ഞു. പിന്നീട് ഷൂട്ടൗട്ടിലേക്ക് മൊറോക്കോ ഗോളി ബൗണോയുവിൻ്റെ കൈകൾ മൊറോക്കൻ വിജയത്തിലെ പ്രധാന ആയുധമായി. ഷൂട്ടൗട്ടിനെത്തിയവരുടെ പിഴവുകൾ നെതർലാൻഡിന് മറക്കാത്ത വേദനയായി. ഒടുവിൽ 3-2 ഷൂട്ടൗട്ടിൽ മൊറോക്കോ നേടി. അവസാന ഷോട്ട് അടിച്ചപ്പോൾ മൊറോക്കോ ബെഞ്ച് പൊട്ടിത്തെറിച്ചു. കളിക്കാർ കണ്ണീരൊലിപ്പിച്ചു. ആഹ്ലാദ കണ്ണീർ. ചോര വീഴ്ത്തിയിട്ടും തോൽക്കാതെ പിടിച്ചു നിന്ന ഒരു ടീമിൻ്റെ വിജയഗാഥ. സായ്ബറിയുടെ രക്തം മൈതാനത്ത് വീണ നിമിഷം മുതൽ മൊറോക്കോ ജയിക്കുമെന്ന് ലോകം മനസ്സിലാക്കിയിരുന്നു. നോക്കൌട്ടിൽ ഇതുവരെ നടന്ന 4 മത്സരങ്ങളിൽ 2 ഷൂട്ടൗട്ടാണ് വിധി നിശ്ചയിച്ചത്. ബ്രസീൽ ജപ്പാൻ മത്സരം മാത്രമാണ് വ്യത്യസ്തം. 2-1 ബ്രസീൽ ജയിച്ചത് എക്സ്ട്രാ ടൈം പോലും ഇല്ലാതെയാണ്. ബ്രസീലിന് നല്ല മേൽക്കൈ കളിയിലുണ്ടായിരുന്നുവെങ്കിലും ചത്ത് കളിച്ച ജപ്പാൻ ഇടക്കൊരു ഗ്യാപ്പിൽ ഗോളടിച്ച് പിടിച്ചു നിൽക്കാമെന്ന പ്രതീക്ഷയിൽ കളം പ്രതിരോധ കോട്ടയാക്കി മാറ്റിയിരുന്നു.
എന്നാൽ പകരക്കാരനായി എത്തിയ മാർട്ടിനെല്ലി 95-ാം മിനിറ്റിൽ ചതിച്ചു. എക്സ്ട്രാ ടൈമിലേക്ക് പോകുമായിരുന്ന കളി ഒരു പൊടിക്കിപ്പുറത്ത് വെച്ച് മാർട്ടിനെല്ലി അടിച്ചു തൂഫാനാക്കി അർഹിക്കുന്ന വിജയം ബ്രസീലിന് സമ്മാനിച്ചു. സമാനമായിരുന്നു കാനഡ ദക്ഷിണാഫ്രിക്ക മത്സരം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഗോളടിക്കാതെ സമയം പൂർത്തിയാക്കുന്ന മട്ടായിരുന്നു കാര്യം. എന്നാൽ അതും എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയെന്ന് കണ്ടതായിരുന്നു. ഇഞ്ചുറി ടൈം ചതിച്ചു. ഒരു പൊടിക്കിപ്പുറത്ത് വെച്ച് 92-ാമത്തെ മിനിറ്റിൽ സ്റ്റീഫൻ എസ്റ്റിക്കോ ഗോളടിച്ച് കാനഡയെ പ്രീ ക്വാർട്ടറിലേക്ക് കടത്തി. സൗത്ത് ആഫ്രിക്ക അപ്പോൾ ആരായി? ഷൂട്ടൗട്ട് ചതിച്ചത് 2 കപ്പ് നേടുമെന്ന് പറഞ്ഞ ടീമുകളെയാണ് എന്നത് ശ്രദ്ധേയമാണ്. ഒന്നാമത്തേത് ജർമ്മനിയാണ്. ജർമ്മനി ഒടുക്കം എന്തായിരുന്നു അവസ്ഥ? പരാഗ്വേയോട് സമയവും കഴിഞ്ഞ് അധിക സമയവും കഴിഞ്ഞ് ഷൂട്ടൗട്ടും കഴിഞ്ഞ് സഡൻ ഡെത്തിലേക്ക് നീണ്ട കളിയുടെ തുടക്കത്തിലെ ജർമ്മനിയെ ഞെട്ടിച്ചുകൊണ്ടാണ് പരാഗ്വെ നിറഞ്ഞാടിയത്. 42-ാം മിനിറ്റിൽ ജൂലിയോ എൻസിസോയാണ് ആദ്യം ഗോളടിച്ച് പരാഗ്വയെ മുന്നിലെത്തിച്ചത്. രണ്ടാം പകുതിയിൽ ജർമ്മനി ഹവേർട്സിൻ്റെ ഒരു നല്ല ഗോളിലൂടെ സമനില പിടിച്ചു. സമനില തകർക്കാൻ പിന്നെ രണ്ടാൾക്കും കഴിഞ്ഞില്ല. ജർമ്മനിയുടെ പിഴവുകൾ അവരുടെ ചാമ്പ്യൻ സ്വഭാവത്തിന് ഏറ്റ ആഘാതമായിരുന്നു. ഷൂട്ടൗട്ടിലും സമനില. കപ്പ് നേടാനുള്ള യാത്രയിൽ ജർമ്മനിക്ക് പിഴച്ചു. ഹവേർട്സ്, നിക് വോൾസ്മേഡ് എന്നിവരുടെ കിക്ക് പാഴായി. 2 പരാഗ്വേ താരങ്ങളും പിഴവിലേക്ക് അടിച്ചു കയറ്റി. പിന്നെ സഡൻ ഡെത്ത്. അതിൽ ജൊനാഥൻ ടായുടെ കിക്ക് പാഴായി. പരാഗ്വേ ജർമ്മനിയുടെ വല കിലുക്കി. അങ്ങനെ മുൻ ചാമ്പ്യന്മാർ 5ാമത്തെ വേൾഡ് കപ്പ് സ്വപ്നവുമായി വന്ന ജർമ്മനി പ്രീ ക്വാർട്ടറിൽ പോലും എത്താതെ ആദ്യ നോക്കൗട്ടിൽ വെറും കൈയോടെ മടങ്ങുന്നു. അപ്പുറത്ത് 3 തവണ ഫൈനലിലെത്തിയ ചരിത്രമുള്ള നെതർലാൻഡ് ഇത്തവണ കപ്പിൽ മുത്തമിടുമെന്ന് സ്വപ്നം കണ്ടെത്തിയ നെതർലാൻഡ് പ്രീ ക്വാർട്ടറിലെത്താതെ മടങ്ങുന്നു. ബ്രസീലും പരാഗ്വേയും മൊറോക്കോയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. 1970-ൽ ആദ്യമായി ലോകകപ്പിനെത്തിയ മൊറോക്കോ എന്ന ആഫ്രിക്കൻ രാജ്യം 86-ൽ ആദ്യമായി നോക്കൗട്ടിലെത്തി. അന്ന് ജർമ്മനിയോട് തോറ്റു പുറത്തായി. 2022-ലാണ് പിന്നീട് അവരുടെ മികച്ച പ്രകടനം. കഴിഞ്ഞ ലോകകപ്പിൽ മൊറോക്കൻ ഫുട്ബോളിൻ്റെ സുവർണ വർഷം. ബെൽജിയം, സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയ വമ്പന്മാരെ അട്ടിമറിച്ച് സെമിയിലെത്തി. 4ാം സ്ഥാനം. ഇത്തവണ മികച്ച ടീമാണ് മൊറോക്കോ. എവിടം വരെ എത്തുമെന്ന ആകാംക്ഷ ലോകകപ്പിൽ ഉണ്ട്. കേരളത്തിൽ ഫുട്ബോളിന് മുൻനിർത്തി വിദ്വേഷ പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു വിഭാഗം മൊറോക്കോയെ പ്രധാന കഥാപാത്രമാക്കിയാണ് ഈ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഒരു ഭാഗം ശക്തമാക്കുന്നത്. ജനൻ TV ഫുട്ബോൾ ജിഹാദിനെ കുറിച്ച് പ്രത്യേക ചർച്ച തന്നെ സംഘടിപ്പിച്ചിരുന്നു. നെതർലാൻഡിനോടുള്ള വിജയവും പ്രീ ക്വാർട്ടറിൽ പ്രവേശനവും അവർക്കൊരു ചർച്ചയ്ക്ക് കൂടി സ്കോപ്പ് നൽകുന്നു. അപ്പോഴും ചോരയൊലിപ്പിച്ച് പോരാടി ജയിച്ച സായ്ബറിയും ടീമും ഗംഭീര ഫുട്ബോൾ അനുഭവമായി ഇങ്ങനെ നിൽക്കും. അടുത്ത കളിക്കായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.